നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ സാപ്പ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. പ്രേതങ്ങളെ ആരാധിക്കുന്ന നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മേഘങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നാടെന്നറിയപ്പെടുന്ന ഹനോയിൽ നിന്നും ഏകദേശം ഒരു 6 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്താൻ സാധിക്കുന്ന അടിപൊളി ഒരു തണുത്തുറഞ്ഞു കിടക്കുന്ന ഗ്രാമം. ഇവിടെ സദാസമയം മഞ്ഞു മൂടി കിടക്കുന്ന കാലാവസ്ഥയായിരിക്കും. ഇവിടുത്തെ ടൗണിലായാലും ഗ്രാമങ്ങളിലായാലും ഒക്കെ ഒരു തണുത്തുറഞ്ഞ മേഘം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. സോ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളും, എങ്ങനെയാണ് നമ്മുടെ നോർത്ത് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹനോയിൽ നിന്നും എങ്ങനെയാണ് സാപ്പയിലേക്ക് എത്തിച്ചേരേണ്ടതെന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ്. അപ്പോൾ വിയറ്റ്നാം ഒന്നേ ഉള്ളൂ, നമ്മളാണ് അതിനെ നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് വിയറ്റ്നാമിലാണ് ഹനോയ് ഉള്ളത്. ഹനോയാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ. ഈ ഹനോയിലാണ് സാപ്പ ഉള്ളത്. ഹനോയിൽ നിന്ന് ഏകദേശം 6-7 മണിക്കൂർ സഞ്ചരിച്ചാലാണ് സാപ്പയിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ സാപ്പയിൽ വന്നതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2 ഗ്രാമങ്ങളുണ്ട്, സിൻചായ് വില്ലേജും കാറ്റ് വില്ലേജും. അതിൽ കാറ്റ് വില്ലേജിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിൻചായ് ഫ്രീ ആയിട്ട് സിൻചായ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. പക്ഷേ കാറ്റിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ സിൻചായ് കാറ്റ് വില്ലേജിലെ വിശേഷങ്ങളും ഇവിടുത്തെ ഹെവൻസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു ടോപ്പ് റേഞ്ച് അട്രാക്ഷനിലെ വിശേഷങ്ങളും, അതുമാത്രമല്ല സാപ്പയിലെ ഒരു റൈഫിൾ ക്ലബിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നും, അതായത് ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ചിരിച്ചുകൊണ്ട് മാത്രം വെൽക്കം ചെയ്യുന്ന ഒരു ശാന്തശീലനായ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു വൈബ് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു നാടാണ് സാപ്പ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, അഥവാ സാപ്പയിലേക്ക് സ്വാഗതം. നമ്മൾ താമസിച്ചിരുന്ന റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയായിരിക്കുമല്ലോ, നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് ഹോച്ചിമിൻ സിറ്റിയിലായിരുന്നു. ഹോച്ചിമിൻ എന്ന് പറഞ്ഞാൽ സൗത്ത് വിയറ്റ്നാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഉള്ളത് ഹനോയിലാണ്, അതായത് നോർത്ത് വിയറ്റ്നാം. ഹനോയിലേക്ക് വരണമെങ്കിൽ ഫ്ലൈറ്റിലാണ് വരേണ്ടത്, കാറിനൊന്നും വരാൻ പറ്റത്തില്ല, 2 ദിവസം എടുക്കും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഹനോയിലാണ്. പക്ഷേ ഹനോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ? ഒരു ട്രെയിൻ സ്ട്രീറ്റൊക്കെ ഉള്ള സ്ഥലമാണ് ഹനോയി. അപ്പോൾ ഞാൻ ഹനോയി 2 ദിവസം കറങ്ങിയിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് പിടിച്ചില്ല ഇത്. അപ്പോൾ ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്തു. നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ കാശ്മീർ എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ഹിമാലയം എന്നൊക്കെ പറയത്തില്ലേ, കേരളത്തിലുള്ളവർക്ക് മൂന്നാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗ്രാമം, സാപ്പ എന്ന് പറഞ്ഞൊരു ഗ്രാമം. ആ ഗ്രാമത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഞാൻ സാപ്പയിലോട്ടുള്ള ബസ് ബുക്ക് ചെയ്ത് ഓൺലൈനിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പം അവർ പറഞ്ഞ പിക്കപ്പ് പോയിന്റിൽ വന്നപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഇവരെന്നെ പിക്ക് ചെയ്യാൻ വന്നത്. ആദ്യം ഞാനൊന്ന് പേടിച്ച് ഇതാണോ ഇനി ബസ് എന്ന് കരുതി. പക്ഷേ ഇതല്ല, ഇത് സംഭവം ഇവിടുന്ന് നമ്മൾ മെയിൻ ബസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇവർ. അപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ട്രാഫിക് എൻ്റെ പൊന്നു മക്കളെ, ലോകത്ത് ഒരു രാജ്യത്തും ഇത്രയും ട്രാഫിക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 5-6 രാജ്യത്ത് പോയിട്ടുണ്ട്, ഇതുവരെ ഇത്രയും ട്രാഫിക്കുള്ള സ്ഥലം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നടുപൊടി വണ്ടിക്കകത്തിരുന്ന്, ബൈക്കിലൊക്കെ ആണെങ്കിലേ. അതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടി റെൻറ്റിനെടുക്കുന്ന കാര്യമൊന്നും ചിന്തിക്കൊന്നും വേണ്ട, അലമ്പാണ്. വെറുതെ ഹനോയിലൊക്കെ റെൻറ്റെടുത്ത്. ഹോച്ചിമിൻ സിറ്റി പിന്നെയും പ്രശ്നമില്ല, പക്ഷേ ഇവിടെ സീനാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ரொம்ப ടാസ്ക്കാണ്. ഹോച്ചിമിൻ കുറച്ചും കൂടെ വിശാലമായ സിറ്റിയാണ്. ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇടുങ്ങിയ സ്ഥലമാണ്. ഇടുങ്ങിയ സ്ഥലം മീൻസ് ഇവിടുത്തെ മെയിൻ നമ്മുടെ ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം ഇടുങ്ങിയ ഒരു എന്തോ ആണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഹനോയ് എനിക്ക് വലിയ പിടുത്തമില്ല. എനിവേ, അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് നേരെ സാപ്പയിലേക്ക് പോവുകയാണ്. സോ ബാക്കി വിശേഷങ്ങൾ സാപ്പയിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നിരിക്കുകയാണ്. ഇതാണ് ലക്ഷറി ബസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം, അകത്തെങ്ങനെയോട്ട് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബസ്സിൻ്റെ അകത്ത് കയറാൻ പോകുന്നത്. ഓക്കെ, സോ ഹായ്, കൊള്ളാമല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു കുറേ സ്വിച്ചസ്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ലൈറ്റൊക്കെ ഓണാക്കാം, ആവശ്യമില്ലെങ്കിൽ ഓഫാക്കാം. ഓക്കെ, ഒരു സ്ക്രീൻ വരുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഓണാക്കി നോക്കണം. പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ, കുടിക്കാൻ വെള്ളം, അതിൻ്റെ അകത്തൊന്നുമില്ല, 2 ചെറിയ സാധനങ്ങൾ. പിന്നെ AC കൊള്ളാം കേട്ടോ, നല്ല സ്റ്റൈല് സാധനം. പിന്നെ ഒരു കാര്യമില്ലാതെ എന്തോ ഒരു പടം, മലയുടെ പടം. അത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ഹെഡ്ഫോൺ ഉണ്ട് നമുക്ക് ആ വീഡിയോ കാണാനായിട്ട്. ഇത് കാണാനായിട്ടുള്ള ഹെഡ്ഫോൺ, അവിടെ ഒരു ഡ്രൈവറിനെ വിളിക്കാനുള്ള ബട്ടൺ,
പിന്നെ അത് ഇവനാണ് പ്രധാനം, മസാജ്. ഇത് നിൽക്കി കഴിഞ്ഞാൽ മസാജ് സ്റ്റാർട്ടാവും. അയവ, പക്ഷേ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മസാജിന്. ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ മസാജ് വീണ്ടും ഹാർഡാവും. വേണ്ട. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് മസാജിൻ്റെ സ്പീഡ് കൂട്ടാം. നമുക്ക് നേരെ അവിടെ ചെന്നതിന് ശേഷം, എവിടെയാണ് നമ്മുടെ സാപ്പയിൽ ചെന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ സാപ്പയിൽ എത്തിയിരിക്കുന്നു, റൂമിലെത്തിയിരിക്കുകയാണ്. ഞാൻ റൂം കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. എനിക്ക് 4 നൈറ്റ്സാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. നാട്ടിലത്തെ 3500 രൂപ സംതിങ് മാത്രമേ ആയിട്ടുള്ളൂ. നല്ല ക്ലീൻ കിങ് റൂം, ഓക്കെ. വാഷ്റൂമും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് റൂമാണ് കേട്ടോ. ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ സാപ്പയിലെ വിശേഷങ്ങൾ കാണാം. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാലും ഫാമിലിയായിട്ട് വന്നാലൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നുള്ള കാര്യത്തിന് ഞാൻ ഉറപ്പ് തരാം. നോക്കേ, നിങ്ങൾ വ്യൂ നോക്കേ. ഞാൻ എന്താണിത് ഇത്ര കൊള്ളാം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സ്ഥലം ഹോച്ചിമിനും ഹനോയിയൊക്കെ മാത്രമായിരിക്കും. അതായത് എന്നെപ്പോലുള്ളവർക്ക് അറിയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റിയൊക്കെ ആയിരിക്കും. ഈ ഹോച്ചിമിനിൽ വന്നിട്ടുള്ളവർ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല വിയറ്റ്നാമിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും ഇങ്ങനൊരു വില്ലേജ് കാണാൻ പറ്റുമെന്നൊക്കെ. കാരണം അതെന്ന് പറഞ്ഞാൽ ഹെവി ബിസി ഏരിയകളാണ്. ഈ ഹോച്ചിമിൻ, ഹനോയ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലം കിട്ടത്തില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു എങ്ങനെ പറയുക, ഒരു ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ അത് ഇത്രയും തണുത്ത് കിടക്കുന്ന, കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഒരു കാശ്മീർ വൈബ്, അതാണ് സ്ഥലം. ആർക്കെങ്കിലും ഹനോയിൽ നിന്ന് സാപ്പയിലോട്ട് വരണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ലെക്സ്കോ ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് 24/7 കസ്റ്റമർ സർവീസ് അവൈലബിൾ ആണ്. സോ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്കുള്ള ബസ് അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങ് വരാം. വേറെ ടെൻഷൻ അടിക്കാൻ, റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഹോച്ചിമിൻ സിറ്റിയിൽ വന്നിറങ്ങുന്നവർ ഒരു ദിവസം അങ്ങനെ 1-2 ദിവസം ഹോച്ചിമിനിൽ നിന്നിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് കിട്ടും. ഞാൻ ഇവിടെ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഷൂട്ടിംഗ് ക്ലബ്ബ് ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ടോയെന്നാണല്ലോ. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ സൈൻ ചെയ്യാം. സോ നമ്മളിവിടുത്തെ ഒരു നോർമൽ പാക്കേജ് എടുക്കാൻ പോകണം. ഇവിടെ എയർ റൈഫിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഏത് പവറാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇവർക്ക് ചോദിച്ചിട്ടൊന്നും ഇവർക്ക് അറിയത്തില്ല. അതാണ് രസം. എന്തായാലും ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ പാക്കേജസ്. 20 ബുള്ളറ്റ്സിന് 2 ലക്ഷം വിയറ്റ്നാം. അതായത് നമ്മുടെ നാട്ടിൽ 600 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊരു ഫണ്ണല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ അങ്ങനെ അധികം ഗണ്ണിൻ്റെ കളക്ഷൻസ് ഒന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ്, ഇദ്ദേഹമാണ് നമ്മുടെ ട്രെയിനർ. സോ നമുക്ക് പോയി എങ്ങനെയുണ്ട് സംഭവം നോക്കിയിട്ട് വരാം. നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പാനിഷ് എയർ റൈഫിൾ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ സ്പാനിഷ് എയർ റൈഫിൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഷൂട്ടിംഗ് റേഞ്ച് കേട്ടോ. നല്ല സ്റ്റൈലിന് സെറ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഒറിജിനൽ ഗണ്ണില്ല. ഒറിജിനൽ തോക്ക് കിട്ടാത്തത് മോശമാണ്. എന്താ ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സ്പാനിഷ് എയർ റൈഫിൾ ഇട്ട് പൊട്ടിച്ച് നോക്കാം. ചെവിയിൽ മറ്റേ സാധനമൊക്കെ വെച്ച്, ഈ എയർ റൈഫിളിലൊക്കെ എന്തിനാണ് ഈ ചെവിയിൽ വയ്ക്കുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ സാപ്പയിൽ വിസിറ്റ് ചെയ്യുന്നവർ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ഇത് സാപ്പ ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്നൊരു 500 മീറ്റർ മാറിയിട്ടാണ്. സോ സിമ്പിൾ. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഫയർ ചെയ്യാം. ഓക്കെ, നൈസ്. നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ഫയർ ചെയ്തത് കൊണ്ടത് കണ്ട എവിടെയാന്ന്. പിന്നെ അല്ല, നമ്മളുടെ കളി. നമുക്കിത് ആദ്യമായിട്ടുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. ആദ്യത്തെ പരിപാടിയൊന്നും അല്ലല്ലേ. സോ എനിക്ക് ഗണ്ണിനെക്കുറിച്ച് പറയാനുള്ളൊരു ഡ്രോബാക്ക്, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗണ്ണിൻ്റെ പവറും കാര്യങ്ങളും വെയിറ്റും എല്ലാം ഓക്കെ സെറ്റാണ്. ബട്ട് ദ തിങ് ഈസ്, ഇവിടെയാണ് പെല്ലറ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ഇത് അതായത് ഈ അണ്ടർ ലിവർ നമ്മൾ ആദ്യം നേരത്തെ കാണിച്ചു ഇങ്ങനെ വലിച്ചതിന് ശേഷം പെല്ലറ്റ് എടുക്കുക. ഇതിങ്ങനെ ബാക്കിലൂടെ ഇങ്ങനെ സൈഡോട്ട് വലിക്കണം. വലിച്ചിട്ട് പെല്ലറ്റ് ഇങ്ങനെ ഇടാൻ നേരത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, കണ്ട, ഇങ്ങനെ ഇട്ടിട്ട് അകത്തോട്ട് കയറ്റണം. എന്നിട്ട് ഇങ്ങനെ അകത്ത് വെക്കണം. അതിന് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് കുറേ വർഷക്കാലം മുമ്പ് റിലീസായ ഗണ്ണാണ്. അതുകൊണ്ടായിരിക്കാം. അതൊഴിച്ച് കഴിഞ്ഞാൽ, ആ പെല്ലറ്റ് ഫില്ല് ചെയ്യുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഗണ്ണെല്ലാം പക്കാണ്. നല്ല ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അണ്ടർ ലിവർ വരുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഗണ്ണിന് നല്ലൊരു ബോൾഡ്നെസ് ഫീൽ ചെയ്യും. നല്ലൊരു തിക്കായിട്ട് തോന്നും, നല്ല കനത്തിൽ തോന്നും. ഓക്കെ, ഒരു ഒറിജിനൽ റൈഫിളിൻ്റെ അതേ മെത്തേഡിൽ നമുക്ക് തോന്നും.
അത് കൊള്ളാം. അണ്ടർ ലിവറൊക്കെ സ്മൂത്താണ് വലിക്കാനൊക്കെ. മറ്റേ നൈട്രോ പിസ്റ്റൺ റൈഫിൾസ് യൂസ് ചെയ്യുന്നതിലും സുഖമാണ്. എന്നുവെച്ചാൽ നൈട്രോ പിസ്റ്റൺസ് എന്താണ് ഓടിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയ്യോ കണ്ട, ഈ ബുള്ളറ്റ് വീഴുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ദേഷ്യം ഒരു സാധനമാണ്. നമുക്ക് കഷ്ടപ്പെട്ടതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അതിനകത്ത് എണ്ണയൊക്കെ പറ്റിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് അകത്തോട്ട് അങ്ങോട്ട് കയറ്റി വയ്ക്കുക, ക്ലോസ് ചെയ്യുക. ഈ ലിവർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. അതായത് ഒന്നുകിൽ ആദ്യമേ ലിവർ ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പെല്ലറ്റ് ഡിറ്റനേഷൻ ചെയ്യാം. പെല്ലറ്റ് ഡിറ്റനേഷൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് നമുക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല സഹകരണമാണ് കേട്ടോ നമ്മളോട്. നമുക്കെല്ലാം അവരുടെ ഭാഷയിൽ പറഞ്ഞു തന്നിരിക്കുന്നു, മനസ്സിലായില്ല. പക്ഷേ ഇവർ നല്ല ചിരിച്ച മുഖത്തോടുകൂടി, അല്ലെങ്കിൽ സാപ്പയിലെ ജനങ്ങളൊക്കെ അങ്ങനെയാണ്. അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്? യു ഓൾ ഗുഡ് വെൽക്കം. അപ്പോൾ ഗാമോയുടെ ഈ റൈഫിൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം, പക്ഷേ അത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം റൈഫിൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ഗാമോ ഒന്നും മേടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ സർവീസ് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഗാമോ ഒന്നും ഞാൻ ഒരിക്കലും ചെയ്തില്ല. അപ്പോൾ ഗാമോയുടെ എയർ റൈഫിൾസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് പുതിയ വീഡിയോസ് വേറെ ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന ഈ നാട്ടിലൊക്കെ വരുന്നവർക്ക് ഇങ്ങനെയുള്ള ചീപ്പായിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. നാട്ടിലത്തെ 600 രൂപ മാത്രമേ ഇവിടെ ചിലവ് വരുത്തുള്ളൂ. നമുക്കൊരു 20-30 ഷോട്ട് ഫയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് സാപ്പയിലെ ഹെവൻസ് ഗേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. അയ്യോ, ഇവിടെ വരേണ്ട സ്ഥലമാണ് കേട്ടോ. നോക്കേ, ഈ ടൈമിൽ ഇവിടുത്തെ വെതർ ഉണ്ടോ, തണുത്തിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്കിതിൻ്റെ ഇതെവിടെ ലൊക്കേഷൻ എന്ന് വെച്ചാലേ, സാപ്പയിൽ നിങ്ങൾ വന്നിട്ട് അവിടെ നിന്നൊരു അരമണിക്കൂർ തികച്ചില്ല ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ വരണമെങ്കിൽ ഡിഫറെൻറ്റ് പാക്കേജ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് പാക്കേജ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. അപ്പോൾ ഇവിടെ താഴെ കയറുന്നതിനും മേളിലോട്ട് കയറുന്നതിനും 2 പാക്കേജായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനതിലെടുത്തേക്കുന്നത് കോംബോ പാക്കേജാണ്. അതിന് ഏകദേശം ഇന്ത്യൻ റുപ്പി നോക്കുമ്പം 900 രൂപ സംതിങ് വരുന്നുണ്ട്. പക്ഷെ അതെടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് 2 സ്ഥലങ്ങളിലും പോകാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് വെറുതെ വേസ്റ്റായി പോകും ഇവിടെ വന്നത്. അല്ലെങ്കിൽ എന്തായാലും നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് താഴോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ ഈ ഹെവൻസ് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. സാപ്പയിലെ ഒരു വല്ലാത്തൊരു വൈബ് സ്ഥലം കേട്ടാ. എൻ്റെ അമ്മോ, നോക്കേ, വലിയ തിരക്കൊന്നുമില്ല. ഈ ടൈം ആയതുകൊണ്ടാണോ എന്തോ, ഇതിപ്പം സമയം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാണോ തിരക്കില്ലാത്തതെന്ന് അറിയാൻ വയ്യ. വലിയ വലിയ മലകളും ആ മലകളുടെയൊക്കെ നടുക്കായിട്ട് ചെറിയ ഏതെങ്കിലുമൊക്കെ ഒരു ടൗണും പിന്നെ ഒരു വെള്ളച്ചാട്ടവും. നമ്മൾ ഈ പടം വരയ്ക്കുമ്പോൾ വരച്ചു വെക്കത്തില്ലേ, നമ്മളതൊരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ മല, സൂര്യൻ, ഒരു ചെറിയൊരു വീട്, വെള്ളച്ചാട്ടം, ഒരു കൈവേലി, കുറച്ച് പശുവൊക്കെ നിൽക്കുന്ന ആ സെയിം സീനാണ് ഇവിടെ കാണുന്നത് മൊത്തം. ഇച്ചിരി വെയിലടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം. മേളിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര മഞ്ഞൊക്കെ ആയിട്ട് ഡാർക്ക് സീനാണ്. തണുത്തട്ടെ, ഇവിടെ ഇച്ചിരി വെയിലുണ്ടപ്പോൾ എന്തോ ഒരു സുഖം. അങ്ങോട്ടെല്ലാം അതെല്ലാം മറ്റേ എന്താണ് സിപ്പ് ലൈൻ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അവിടെ. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിനെ എന്തുകൊണ്ടാണ് ഹെവൻസ് ഗേറ്റ് എന്ന് വിളിക്കുന്നത്. വിയറ്റ്നാമിലെ സ്വർഗം. മേലോട്ട് ഒരുപാട് ദൃശ്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. താഴെ ആരോ മറ്റേ തീയിട്ട് പോകുന്നതൊക്കെ ഇവിടെ കോടമഞ്ഞിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കെ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്തോ അങ്ങ് കാണുന്ന ആ സൂര്യൻ്റെ വെളിച്ചം കണ്ടോ. അതൊരു വല്ലാത്തൊരു നേരിട്ട് കാണാൻ ഭയങ്കര സംഭവമാണ്. ഇവിടെ മൊത്തവും ഇങ്ങനെ ഇരുണ്ട് മൂടി മഞ്ഞായിട്ട് കിടക്കുമ്പം അങ്ങേ മൂലയ്ക്ക് മലകൾക്ക് നടുവിലൊക്കെ ചെറിയൊരു ഗ്രാമവും സൂര്യൻ്റെ വെട്ടവും ഒക്കെ ആയിട്ട് ആടി പൊളി. വിയറ്റ്നാമിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലത്ത് വന്നിരിക്കണം. ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സ്കൈ ഡൈവല്ല, എന്താ പറയുന്നത്, സിപ്പ് ലൈൻ, പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹോഴ്സ് റൈഡിങ് പറ്റും. പിന്നെ അങ്ങനെ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം, ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ കയറിയെന്ന് ഫോട്ടോ എടുക്കാൻ സെറ്റപ്പാണ്. അങ്ങനെ നമ്മളതാ ഹെവൻസ് ഗേറ്റ് കടന്നിരിക്കുന്നു. അയ്യോ സൂപ്പർ. എൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ സാധനമാണ് വിയറ്റ്നാമിലെ സ്വർഗം, ഹെവൻസ് ഗേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. വാവ്. അപ്പോൾ ഇവിടെ വരുന്നത് വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ
ഇതൊക്കെ ആസ്വദിക്കുന്ന അനുസരിച്ചിരിക്കും എൻ്റെ ചെരുപ്പ് തെന്നുന്ന കേട്ടോ. ആ സീനാണ് ചെരുപ്പ്. ക്രോക്സ് ആയതുകൊണ്ടേ ഇത് യാത്രാസുഖത്തിന് സെറ്റപ്പ് ആണെങ്കിലും മഴയത്തൊക്കെ നടക്കുമ്പോൾ തവള കരയുന്ന പോലെ ശബ്ദം കേൾക്കും, മാക്രി കരയുന്ന പോലെ. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇരുണ്ട് മൂടി കിടന്നേ, ഇപ്പം എന്താ വെട്ടം വലി ചുഖമായിട്ട് കിടക്കുന്നു. അത് ഭയങ്കര സീനാണ് കേട്ടോ. നിമിഷം പ്രതി ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ വെതർ മാറുന്നത്, ചേഞ്ച് ആവുന്നത്. ചില സമയം നോക്കാൻ നേരത്ത് ഇരുണ്ട് മഴ പെയ്യാൻ നിൽക്കുന്നതൊക്കെ കിടക്കും, പെട്ടെന്ന് നോക്കുമ്പോഴായിരിക്കും എല്ലാം മാറുന്നത്. ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ, ഭയങ്കര ശാന്തമായ സ്ഥലം. കടയിലെ ജീവനക്കാരൊക്കെ അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്, കുറേ സുവനീസൊക്കെ ഇരിപ്പുണ്ട്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ടൗണിൽ നിന്ന് ഇവിടത്തേക്ക് ടാക്സിയിൽ വരാനാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. അതായത് വൺ സൈഡ് നിങ്ങൾ ഇവിടുത്തെ 3,300,000 3 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ടൊരു ബൈക്ക് എടുത്താണ് വരുന്നതെങ്കിൽ നാട്ടിലത്തെ 150 രൂപയുടെ പെട്രോൾ പോലും വേണ്ട. അപ്പം ബെറ്റർ ഓപ്ഷൻ ബൈക്ക് എടുത്തിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നമ്മളെ വണ്ടി ഇതായിരിക്കുന്നത്, അതോ ഇരിക്കുന്നത് നമ്മളെ വണ്ടി. അപ്പോൾ എന്താ പറയാനാണ്, ബാക്കി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് ബാക്കി വിഷ്വൽസ് കാണാം. നമ്മുടെ ഹെവൻസ് ഗേറ്റിൽ നിന്നും യാത്ര തിരിച്ച് സാപ്പ ടൗൺ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. സാപ്പ ടൗണിലെ ദൃശ്യങ്ങൾ ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അങ്ങനെ സാപ്പ ടൗൺ. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു വെതറായിരിക്കും, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. ഓക്കെ, ഇവിടുത്തെ ആകെയുള്ളൊരു സാപ്പ ടൗണിലെ ഒരു ചർച്ചാണ് ഈ കാണുന്നത്. ഞങ്ങൾ വഴി നിറച്ച് കച്ചവടക്കാരും ഇവിടുത്തേക്ക് ബിൽഡിങ്സും ഒക്കെ, ഇതെല്ലാം ഓരോ എന്താണ് ഹോം സ്റ്റേ ഹോട്ടൽസ് കാര്യങ്ങളാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന എല്ലാം കച്ചവട കടകളും പബ്ബും എന്താ പറയുക ബാറും മസാജ് സെൻറ്ററും അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണണം, അതാ ഈ ഇരിക്കുന്ന ചെയർ കണ്ട, ഇത് ഞാനാണ് പൊട്ടിച്ചത്. ഞാൻ പൊട്ടിച്ചെന്ന് വെച്ചാൽ ഇത് പൊട്ടിയിരുന്നതാണ്. ഞാൻ കയറി ഒരു ദിവസം വൈകുന്നേരം ഞാൻ വന്ന് ഒരു സമൂസ കണക്കുന്ന ഒരു സാധനം കഴിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തോട്ട് ഇരുന്നതും പൊടിഞ്ഞ് താഴെ വീണ് ഭയങ്കര ശബ്ദവും കിട്ടും. ആൾക്കാരെല്ലാം ഓടി വന്ന് അവസാനം ഞാനറിഞ്ഞില്ല, ഞാൻ പോയി അങ്ങനെ നോക്കാതെ പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം, ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം വന്ന് നോക്കുന്നുണ്ട് ഇതെങ്ങനെ എന്താ സംഭവം എന്നൊക്കെ. പിന്നെ ഞാൻ ഈ പരിസരത്തോട്ട് വന്നില്ല. അങ്ങനെ ഞാനല്ല പൊട്ടിച്ചത്, ഞാൻ കയറി ഇരുന്നപ്പോൾ പൊട്ടിയിരുന്നതിനകത്ത് ഞാൻ കയറി ഇരുന്ന് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. അത് സംഭവിച്ചത്. അപ്പോൾ ആ ഫോഗ് വെള്ളത്തിൽ ടച്ച് ചെയ്ത് വരുന്നുണ്ടോ, അങ്ങനെ ഇത് ചില സമയത്ത് ഇത് കാണാനേ പറ്റത്തില്ല. ഈ ഒരു വെള്ളവും ഇതൊന്നും കാണാനേ പറ്റത്തില്ല. ഇത് അത്രയ്ക്ക് ഫോഗായിരിക്കും ഇവിടെ. ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും ഈ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്ന ഇതെന്ത് ഗെയിമാണെന്ന് അറിയത്തില്ല. ഞാൻ വിയറ്റ്നാമിലും മറ്റേ ഹോച്ചിമിൻ സിറ്റിയിലും ഹനോയിലും ഒക്കെ റോഡ് സൈഡിൽ ആൾക്കാർ എന്ത് കളിക്കുന്നുണ്ടോ ഇങ്ങനെ കാല് കൊണ്ടിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മോ. ഓക്കെ, നമ്മളെ ഷട്ടിൽ കളിക്കുന്നതിൻ്റെ കോർക്ക് പോലത്തെ ഒരു സാധനമാണേ. ഓക്കെ, കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നതേ ഇല്ല, ഓൺലി കാല്. ഒയ്യോ എൻ്റെ അമ്മ, ഇവനൊടുക്കത്തടി. അപ്പോൾ ഈ കാണുന്നതാണ് മക്കളെ സാപ്പ ടൗൺ. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹനോയിൽ നിന്ന് സാപ്പയിലേക്കുള്ള ബസ് യാത്ര റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ട് സൈഡും കൂടെ $35 അതിനകത്തേ ആവത്തുള്ളൂ. അതായത് വൺ സൈഡ് $16-17 ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ സാപ്പയിലേക്ക് വരുമ്പോൾ റൂം ബുക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സിമ്മ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ, അതായത് വിയറ്റ്നാം എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന സിമ്മ് തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. സെപ്പറേറ്റ് സിമ്മൊന്നും വേണ്ട. നെറ്റ്വർക്ക് എല്ലാം ഇവിടെ ഉണ്ട്, നെറ്റ്വർക്ക് ഒന്നും ഇഷ്യൂ ഇല്ല. റൂം ബുക്ക് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. ഇവിടെ വന്ന് റൂം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കും, കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഒരുപാട് ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടുള്ള പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ്. ഒന്ന് ഹെവൻസ് ഗേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഹൈ റേഞ്ച് ഏരിയ. രണ്ടാമത്തെ സ്ഥലം കാറ്റ് വില്ലേജ്, പേയബിൾ ആണ്, ടിക്കറ്റ് എടുക്കണം. പിന്നെ മൂന്നാമത്തെ സ്ഥലം സിൻ ചായ് വില്ലേജ്, ഫ്രീ ആണ്, പക്ഷേ റോഡ് കൊള്ളത്തില്ല. നമ്മുടെ കയ്യിൽ വിഷ്വൽസ് ഉണ്ടായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി വിഷ്വൽസ് ഡിലീറ്റ് ആയിപ്പോയി. സോ സിൻ ചായ് വില്ലേജും കാറ്റ് വില്ലേജും രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗേറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാം ടൗണിൽ നിന്ന് വളരെ അടുത്തടുത്താണ്. അപ്പോൾ 3 പ്രധാന അട്രാക്ഷൻസ് ഉണ്ട്. പിന്നെ സാപ്പ ടൗൺ തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ്. നേരത്തെ നിങ്ങൾ വിഷ്വൽസിൽ കണ്ടതുപോലെ വീഡിയോ വെട്ടിച്ചുരുക്കി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ട്രാവലേഴ്സ്, അതായത് നിങ്ങൾക്ക് മോസ്ക് പള്ളി ഇവിടെ ഇല്ല, മുസ്ലിം പള്ളിയില്ല, ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ഇവിടുത്തെ ജനങ്ങളെല്ലാം
ബുദ്ധമത വിശ്വാസികളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രേതങ്ങളെ ആരാധിക്കുന്നു. അതായത് ഇവിടുത്തെ ചരിത്രപ്രകാരം ഇവിടെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോദ്ധാവ് ഈ നാട്ടിൽ വന്നിരുന്നു എന്ന് പറയുന്നു. ഒരു യോദ്ധാവ്, ഒരു പടനായകൻ, അതായത് ഈ നാട്ടിലെ ഒരു സൂപ്പർ ഹീറോ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അദ്ദേഹം ഈ നാട്ടിലെ ഒരു കുലദേവത എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദേവതയുമായിട്ട് പ്രണയത്തിലായി എന്ന് പറയുന്നു. അപ്പം ദേവതയുമായിട്ട് പ്രണയത്തിലായി അങ്ങനെ ഈ വിഷയം ദേവന്മാരൊക്കെ അറിഞ്ഞു. അങ്ങനെ അവരുടെ ശാപം കിട്ടിയത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇപ്പോഴും ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലൊരു അന്തരീക്ഷം വന്നതെന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ വേറൊരു കാര്യം, ഈ ദേവതയും പിന്നെ ഇവരുടെ മരണപ്പെട്ടു പോയ പിതാക്കന്മാരെയൊക്കെയാണ് ഇവർ ആരാധിക്കുന്നത്. ഇവരുടെ പിതാക്കന്മാരുടെ ആത്മാവിനെയാണ് ഇവർ ആരാധിക്കുന്നത്. എല്ലാ വസ്തുക്കളിലും ആത്മാവുണ്ടെന്നും ആ ആത്മാവിനെ ആരാധിച്ചാലാണ് ഇവർക്ക് മോക്ഷം കിട്ടുക എന്നൊക്കെയാണെന്ന് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ നാട്ടിൽ ഒരുപാട് ബുദ്ധ മതക്കാരുണ്ട്, വളരെ കുറച്ച് ക്രിസ്ത്യൻ മതക്കാരുണ്ട്, മുസ്ലിംസ് ഒരു 200-300 മുസ്ലിംസും ഉണ്ട്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മുസ്ലിം ട്രാവലേഴ്സ് ഇവിടെ പള്ളിയില്ല, പക്ഷേ ഒരുപാട് അറബ്സും ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ അവൈലബിൾ ആണ്. ടെമ്പിൾസ് ഒന്നും വേറെ കണ്ടില്ല, ബട്ട് ബുദ്ധ ടെമ്പിൾസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം സാപ്പ എന്ന് പറയുന്ന ഒരു വില്ലേജിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നന്ദി, നമസ്കാരം, ബൈ.